ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി സേമിയ വെച്ചിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ്. എന്നും ഒരേ പലഹാരം കഴിച്ച് മടുത്തവർക്കായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് കറികളൊന്നും വേണ്ടാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണിത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാം അളവിലാണ് ഈ സേമിയ എടുത്തിട്ടുള്ളത്. ഇനി ഈ സേമിയ മുഴുവനായിട്ടും ഇതുപോലൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 300 ഗ്രാം അളവിലുള്ള സേമിയയ്ക്ക് വേണ്ടിയാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ സേമിയ എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും വേണം ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ സേമിയയും ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ചെറിയ മിക്സിയുടെ ജാറിലും നമുക്കിത് പൊടിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഇതാവുമ്പോൾ നമുക്ക് ഇച്ചിരി വലിയ ഇതുപോലുള്ള മിക്സിയുടെ ജാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരുമിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ 2 പ്രാവശ്യമായിട്ടാണ് ഈ ഒരു സേമിയ മുഴുവനായിട്ടും പൊടിച്ചെടുക്കുന്നത്. ഈ പൊടിച്ചെടുത്ത സേമിയയുടെ കറക്റ്റ് ഒരു പരുവം എന്ന് പറയുന്നത് റവയൊക്കെ ഇരിക്കുന്ന ആ ഒരു തരിതരിപ്പോട് കൂടിയാണ് ഇത് പൊടിഞ്ഞ് കിട്ടുന്നത്. അതിനേക്കാൾ കൂടുതൽ നമുക്ക് നന്നായിട്ട് പൗഡർ പോലെ പൊടിഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല. ഈ ഒരു തരിതരിപ്പോട് കൂടി മാത്രം പൊടിച്ചെടുത്താൽ മതി. ഇപ്പൊ അതായത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് സേമിയ മുഴുവനായിട്ടും പൊടിച്ച് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാൻ ഈ ഒരു 2 ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചെടുത്തതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് വലുതും ഒരു ചെറിയ ഉരുളക്കിഴങ്ങുമാണ് എടുത്തിട്ടുള്ളത്. രണ്ടും ഒരേ വലിപ്പമുള്ള വലിയ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ ഒന്നിന്റെ പകുതി എടുത്താൽ മതിയാവും. അങ്ങനെ 1.5 മതിയാവും. ഇപ്പൊ ഞാനിതാ ഈ ഒരു കിഴങ്ങ് നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ പൊടിച്ചു വെച്ച ആ ഒരു സേമിയയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ കിഴങ്ങും ഈ ഒരു സേമിയയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സവോള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു 3 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ സ്റ്റോക്ക് ആണ്. അത് ഒരെണ്ണം മുഴുവനായിട്ടും ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ചിക്കൻ സ്റ്റോക്കിൽ കുറച്ച് ഉപ്പുണ്ട്. ആ ഒരു ഉപ്പിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് വെള്ളത്തിന്റെ കുറവ് വരുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പിന്റെ മെഷർമെന്റ് കപ്പിൽ ഒരു 1/4 കപ്പ് അളവിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇത്രയും ടൈറ്റ് ആയിട്ട് വേണം നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒരു ബോൾസ് ആക്കി എടുത്തതിന് ശേഷം കയ്യിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഒരുപാട് കട്ടിയാവാതെ ഇതേപോലെ ഒന്ന് കുറച്ച് കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ തന്നെ എല്ലാ മാവും റെഡിയാക്കി എടുക്കാം. ഇനി ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കൈകൊണ്ട് പരത്തി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു എണ്ണയിൽ തന്നെ തിരിച്ചും മറിച്ചും ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എണ്ണയിൽ തന്നെ വേവിച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി എണ്ണ ഇല്ലാതെ വേവിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തിട്ടെടുക്കാം. ഈ ഒരു പാനിലേക്ക് മാവ് ഇട്ട് കൊടുത്ത ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതാ ഇതിൻ്റെ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ഇതേപോലെ തന്നെ വീണ്ടും ഈ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പരത്തിയെടുത്ത ആ ഒരു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആ എണ്ണയിൽ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ മാവും റെഡിയാക്കി ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ വെറൈറ്റി ആയിട്ടുള്ള കറികളൊന്നും വേണ്ടാത്ത ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് ഫോർ വാച്ചിങ്.